ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രസ്നാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കൊണ്ടാട്ടമാണ്. കുറച്ച് സ്പൈസിയാണ് ഇത്, പക്ഷെ നമുക്ക് ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ചിന് വേണ്ടി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഈ ചിക്കൻ കൊണ്ടാട്ടം. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് ചിക്കൻ 1 കിലോ എടുത്തിട്ടുണ്ട്. ബോണുള്ള ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ബോണുള്ളതായിരിക്കും ഈ കൊണ്ടാട്ടം ഉണ്ടാക്കുന്നതിന് നല്ലത്. ചിക്കൻ വൃത്തിയാക്കിയതാണ്. ഇത് നമുക്ക് മാറിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1 സ്പൂൺ ലെമൺ ജ്യൂസ് എടുക്കുന്നുണ്ട്. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. പിന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഇടുന്നുണ്ട്. വെളിച്ചെണ്ണ തണുപ്പായതുകൊണ്ട് കുറച്ച് കട്ടിയായിട്ടാണ് ഇവിടെ ഉള്ളത്. അതാണ് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇടാം. ഇത് ക്ലീൻ ചെയ്ത് വെച്ചതാണ് കേട്ടോ. വെള്ളം ഒട്ടും ഇല്ലാത്ത രീതിയിൽ വേണം ഇതിലേക്ക് ഇടുന്നതിന് വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ മസാലയെല്ലാം ചിക്കനിൽ പിടിപ്പിക്കാം. എന്നിട്ട് 1 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി മാറ്റിവെക്കാം. പിന്നെ വേണ്ടത് ചെറിയ ഉള്ളിയാണ്. 20 ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്, ചെറുതായി കട്ട് ചെയ്തതാണ്. പിന്നെ കറിവേപ്പില, പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് 6 7 എടുക്കാം. പിന്നെ വേണ്ടത് മുളകാണ്. വറ്റൽമുളക് 10 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ കൊണ്ടാട്ടം മുളക് 6 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് പൊടിച്ചെടുക്കണം. ഇത് പൊടിച്ചത് നമ്മൾ ലാസ്റ്റ് ചിക്കനിൽ ചേർക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ കൊണ്ടാട്ടം നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. വെളിച്ചെണ്ണയാണ് ചിക്കൻ കൊണ്ടാട്ടം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇടാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിലാണ് ഉള്ളു വേവുകയും ചെയ്യുള്ളൂ, നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യുള്ളൂ. ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ. ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ മറ്റേ സൈഡും തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും അത്യാവശ്യം കുക്കാവണം. കൊണ്ടാട്ടത്തിന് വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. ചിക്കൻ്റെ 2 സൈഡും കുക്കായിട്ടുണ്ട്. ഞാൻ ഇതിൽ നിന്ന് മാറ്റുവാണ്. ആദ്യം പകുതി ചിക്കനാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. ആദ്യത്തെ ട്രിപ്പ് കുക്കായിട്ടുണ്ട്. ഇത് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതും കൂടി ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇത് രണ്ടാമത് ഞാൻ ഇട്ടതാണ് കേട്ടോ ഈ ചിക്കൻ. അതും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇതും കുക്കായിട്ടുണ്ട്. ചിക്കൻ മാറ്റിയതിന് ശേഷം ഞാൻ കറിവേപ്പില ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. മുളകും പിന്നെ കൊണ്ടാട്ടവും ഞാൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും ഈ മുളകും അവസാനം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും പച്ചമുളക്, കറിവേപ്പില ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റണം. ചെറിയ ഉള്ളി തന്നെ വേണം കേട്ടോ കൊണ്ടാട്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടി. ചെറിയ ഉള്ളി ആവുമ്പോഴാണ് ടേസ്റ്റ് അധികം ഉണ്ടാവുക. നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്യണം. എന്നിട്ട് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ ഞാൻ എടുത്ത് വെച്ചിരുന്നു, അതും കൂടി ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
കണ്ടോ നന്നായിട്ട് ഫ്രൈ ആയി വരുന്നുണ്ട്. ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന മുളക് ചേർക്കാം. ഇത് വറ്റൽ മുളകും കൊണ്ടാട്ടം മുളകും കൂടി പൊടിച്ചതാണ്. നമുക്ക് എരിവ് അനുസരിച്ച് കൂട്ടിയും കുറച്ചും ഇടാം. ഞാൻ ആദ്യം എടുത്ത് വെച്ചിരുന്നതാണ്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കാം. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി 1 ടീസ്പൂൺ. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. ഇതിൻ്റെ പച്ചച്ചുവ മാറും വരെ വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. നന്നായി വറുത്തതിന് ശേഷം 1 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം. നമ്മൾ ആദ്യം ചിക്കനിൽ ഉപ്പ് ഇട്ടതാണ്, അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഉപ്പിടുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് 2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുന്നുണ്ട്. കൊണ്ടാട്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ആഡ് ചെയ്തു. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിക്കാം. ഫ്ലെയിം ലോ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് വേണം യോജിപ്പിക്കാൻ കേട്ടോ, അല്ലെങ്കിൽ വെള്ളം പെട്ടെന്ന് അങ്ങോട്ട് വറ്റിപ്പോവും. നല്ല സ്പൈസിയാണ്. എരിവ് സൂക്ഷിച്ച് വേണം ഇടുന്നതിന് വേണ്ടി. കുട്ടികളുള്ള വീടാണെങ്കിൽ എരിവ് സൂക്ഷിച്ച് തന്നെ കുറച്ചിട്ടാൽ മതി. നന്നായിട്ട് മിക്സാക്കി തന്നെ കൊടുക്കണം. ചിക്കനും സ്പൈസസും എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിക്കണം. ഒരു 5 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കൊണ്ടാട്ടം റെഡിയായി. ഞാൻ സ്റ്റൗവിൽ നിന്നും മാറ്റുവാണ്. ഒരു പാത്രത്തിലേക്ക് തന്നെ മാറ്റുവാണ്. നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കൊണ്ടാട്ടം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബീഫ് കൊണ്ടാട്ടവും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതേ മെത്തേഡ് തന്നെ ഉപയോഗിച്ചാൽ മതി. സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.